കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം 21-ന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച കൊടിയേറ്റ് പ്രതിഷ്ഠാദിനാഘോഷം, ധർമ്മദൈവ സംഗമം. 22-ന് ചീക്കാമുണ്ടി ക്ഷേത്രനാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, തിരുവാതിരക്കളി, സർപ്പബലി. 23-ന് പൊങ്കാല, കലമ്പാട്ട്, ദേശഗുരുതി. 24-ന് കലഭാഭിഷേകം. 25-ന് ഉത്സവബലി. 26-ന് പള്ളിവേട്ട. 27-ന് ആറാട്ട് എന്നിങ്ങനെയാണ് ഉത്സവ ചടങ്ങുകൾ. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് KI പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് VA ചന്ദ്രൻ നായർ, ദേവസ്വം സെക്രട്ടറി ശശി കോമ്പാത്ത് എന്നിവർ പങ്കെടുത്തു. തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അഷ്ടദശ പുരാണ മഹായജ്ഞത്താൽ വൈകുണ്ഠ സമാനമായ പുണ്യക്ഷേത്രം. അമൂല്യമായ വേദങ്ങളും ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും ഉപനിഷത്തുകളും നിത്യപൂജയും പാരായണവും നടക്കുന്ന ഭാരതത്തിലെ ആദ്യ മഹാക്ഷേത്രം. ധ്വജസഹിതമായ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ കൊടകര ശാഖമാസം ശ്രീമദ് ഭാഗവതം, കർക്കിടകത്തിൽ രാമായണം, ചിങ്ങത്തിൽ കൃഷ്ണഗാഥ, നവരാത്രിയിൽ ദേവീ ഭാഗവതം, മാസം തോറും സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണം, നാരായണീയ പാരായണം, വിജയദശമിയിൽ ക്ഷേത്രപരിധിയിലെ അമ്മമാരെ പൂജിക്കുന്ന മാതൃപൂജ, നിത്യേന അഷ്ടദ്രവ്യ ഗണപതി ഹോമം, എല്ലാ ഞായറാഴ്ചകളിലും മതപാഠശാല സത്സംഗമം, 53 നിർധനരായ വൃദ്ധജനങ്ങൾക്കും വിധവകൾക്കും രോഗികൾക്കും മാസം തോറും 200 രൂപ ഭഗവത് കാരുണ്യ പദ്ധതിയിൽ സഹായം നൽകി വരുന്നു. കൊല്ലത്തെ ഉത്സവം മാർച്ച് 19 വ്യാഴം വൈകിട്ട് 6-ന് ആചാര്യവരണം, മാർച്ച് 20 വെള്ളി ബ്രഹ്മകലശ പൂജ, പ്രാസാദ ശുദ്ധി, വാസ്തുബലി, മുളയിടൽ. മാർച്ച് 21 ശനി തൃക്കൊടിയേറ്റ്, പ്രതിഷ്ഠാദിനം, ധർമ്മദൈവ സംഗമം, രാത്രി 10 വരെ വാദ്യമേളങ്ങൾ. മാർച്ച് 22 ഞായർ നാരായണീയാമൃതം, സർപ്പബലി, തിരുവാതിരക്കളി. മാർച്ച് 23 തിങ്കൾ പൊങ്കാല, കളമ്പാട്ട്, ദേശഗുരുതി, ഏകലവ്യ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നാടൻപാട്ട്. മാർച്ച് 24 ചൊവ്വ കളഭാഭിഷേകം, ഉത്സവ ബലി, തട്ടകത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാവിരുന്ന്. മാർച്ച് 26 വ്യാഴം മഹോത്സവം, ശീവേലി, എഴുന്നള്ളിപ്പ്, പള്ളിവേട്ട, മേളം. മാർച്ച് 27 വെള്ളി ആറാട്ട്. എല്ലാ ദിവസവും 3 നേരം അന്നദാനം ഉണ്ടായിരിക്കും. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സന്തോഷത്തോടെ അതിലേറെ ആദരവോടെ ഉത്സവത്തിലേക്ക് ക്ഷണിക്കുന്നു. 26-ാം തീയതി നമുക്ക് ക്ഷേത്രത്തിലേക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ആനയെ ഫൗണ്ടേഷൻ എന്ന സംഘടന നമുക്ക് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. ആ ആനയും വേറെ അതുപോലെ 2 ആനയും ചേർന്നുള്ള ഉത്സവമായിരിക്കും അന്നുണ്ടായിരിക്കും.